Learning English is an important step towards personal and professional growth. ഇവിടെ കണ്ടോ, ഇവിടെ ലേണിംഗ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഈസ് ആകുന്നു ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവട് നടത്തുക, ചുവട് വെപ്പ്. അപ്പോൾ ഇവിടം വരെ നമ്മൾ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും: ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്, അല്ലേ? എന്തിലേക്ക്? ഇവിടെ ഉണ്ടോ ടുവേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് അല്ലെങ്കിൽ ലേക്കുള്ള, എന്തിലേക്കുള്ള? പേഴ്സണൽ വ്യക്തിപരമായ, ആൻഡ് അതുപോലെ പ്രൊഫഷണൽ തൊഴിൽപരമായ ഗ്രോത്ത് വളർച്ച. അപ്പോൾ നമ്മൾ ഈ ഒരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് മാത്രം അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? വ്യക്തിപരമായ അതുപോലെ തൊഴിൽപരമായ വളർച്ച. അതിൻ്റെ മുന്നേ എന്ത് വന്നു? ടുവേർഡ്സ് വന്നില്ലേ? അപ്പം എന്തായി? വ്യക്തിപരമായ അതുപോലെ തൊഴിൽപരമായ വളർച്ചയിലേക്കുള്ള എന്നായി അല്ലേ? വളർച്ചയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് എന്ത്? ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി അടുത്താണ്, ഇവിടെ ഉണ്ടോ ഇത് ഹെൽപ്സ് സഹായിക്കുന്നു. ആരെ? പീപ്പിൾ, ജനങ്ങളെ. അപ്പം എന്താ? ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ, ഇത് ജനങ്ങളെ സഹായിക്കുന്നു. ടു വേണ്ടി, ഓർമ്മയുണ്ടോ? ടുവിൻ്റെ കൂടെ വെർബ്, 2+ വെർബ്, ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാനായി. അപ്പം എന്തായി? ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയവിനിമയം നടത്തുക എന്നാണ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ടു കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്താൻ വേണ്ടി. കോൺഫിഡൻ്റ്ലി, ആത്മവിശ്വാസത്തോടെ. ആത്മവിശ്വാസത്തോടെ. അപ്പോൾ നമുക്ക് ഇവിടം വരെ മാത്രം അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിലോ ഒന്ന് നോക്കിയേക്കാം. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് കോൺഫിഡൻ്റ്ലി. എന്തർത്ഥം? ആത്മവിശ്വാസത്തോടെ ആശയവിനിമയം നടത്താൻ വേണ്ടി ഇത് ജനങ്ങളെ സഹായിക്കുന്നു എന്നായി, അല്ലേ? ഇനി ഇവിടെ നോക്കാം. ഇവിടെ നോക്കൂ, വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നല്ലേ? കൂടെ. അതേഴ്സ് എന്നല്ലോ മറ്റുള്ളവർ. അപ്പം എന്താ? വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുടെ കൂടെ. ഫ്രം എന്ന് പറഞ്ഞാൽ നിന്ന്, അല്ലേ? നിന്ന്. ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ വിവിധ അല്ലെങ്കിൽ വ്യത്യസ്ത അല്ലെങ്കിൽ വിവിധ. പാർട്സ് എന്ന് പറഞ്ഞാൽ ഭാഗം. ഓഫ് ദ വേൾഡ്, ലോകം. അപ്പം എന്തായി? ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടോ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അല്ലേ? നമ്മൾ ഇത് മാത്രം അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിലോ, ഫ്രം, ഇവിടെ ആണോ, ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് എന്നാണല്ലോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അല്ലേ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ കൂടെ ആത്മവിശ്വാസത്തോടെ ആശയവിനിമയം നടത്താൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കുന്നു എന്നായി, അല്ലേ? നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ ശരിയാവും, അങ്ങനെ തന്നെ. ഇനി അടുത്താണ്, ഇവിടെ കണ്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇൻ ഓർഡർ ടു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ പറഞ്ഞിരുന്നു, അല്ലേ? ഇൻ ഓർഡർ ടു വേണ്ടി എന്നർത്ഥം. വേണ്ടി, ഇൻ ഓർഡർ ടു കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ്. വേണ്ടി. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ പേജ് നമ്പർ 122, ഏതാണ് 122. ടു, ഇൻ ഓർഡർ ടു, അതുപോലെ സോ ദാറ്റ്, ഈ മൂന്നും വേണ്ടി എന്നുള്ള ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത് മൂന്നും ഒരുമിച്ച് ഞാൻ ആ പേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി. ഇംപ്രൂവ്, മെച്ചപ്പെടുത്തുക. അപ്പം എന്താ? ഇൻ ഓർഡർ ടു ഇംപ്രൂവ്, മെച്ചപ്പെടുത്താൻ വേണ്ടി. എന്ത് മെച്ചപ്പെടുത്താൻ വേണ്ടി? മൈ ഇംഗ്ലീഷ്, എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ വേണ്ടി. ഐ പ്രാക്ടീസ്, ഞാൻ പരിശീലിക്കാറുണ്ട്. എന്ത്? റീഡിങ്, വായന. ലിസണിങ്, കേൾവി. ആൻഡ് അതുപോലെ സ്പീക്കിംഗ്, സംസാരം. എവ്രിഡേ, എല്ലാ ദിവസവും. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകുന്നതാണ്. ഇൻ ഓർഡർ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് ഐ പ്രാക്ടീസ് റീഡിങ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് എവ്രി ഡേ. എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും വായന
അതുപോലെ കേൾവി, അതുപോലെ സ്പീക്കിംഗ് പരിശീലിക്കാറുണ്ട് എന്നായി. ഓക്കെ ആണല്ലോ. റീഡിങ് ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഖനങ്ങൾ എന്നാണ്, ലേഖനങ്ങൾ. അപ്പം എന്തായി, ലേഖനങ്ങളും പുസ്തകങ്ങളും വായിക്കുന്നത് ഹെൽപ്സ്, സഹായിക്കുന്നു, മീ എന്നെ, അപ്പം എന്നെ സഹായിക്കുന്നു. എക്സ്പാൻഡ് എന്നാണ്, എക്സ്പാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നർത്ഥം. മൈ വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദസമ്പത്ത് എന്നാണ് മലയാളത്തിൽ. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ എത്ര വേർഡ്സുകൾ ഉണ്ട് എന്നുള്ള ഒരു സംഭവം. അപ്പം എന്തായി, നമുക്കിങ്ങനെ പറയാം, ലേഖനങ്ങളും പുസ്തകങ്ങളും വായിക്കുന്നത് എൻ്റെ വൊക്കാബുലറി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ആൻഡ് അതുപോലെ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കുക എന്ന് പറയുമോ? ഡിഫറെൻറ്റ്, വ്യത്യസ്ത റൈറ്റിംഗ് സ്റ്റൈൽ, വ്യത്യസ്ത എഴുത്ത് ശൈലികൾ അല്ലെങ്കിൽ വ്യത്യസ്ത എഴുത്ത് രീതികൾ മനസ്സിലാക്കാനും അതുപോലെ എൻ്റെ വൊക്കാബുലറി മെച്ചപ്പെടുത്താനും റീഡിങ് സഹായിക്കുന്നു. ഏത് റീഡിങ്? പുസ്തകങ്ങളും ലേഖനങ്ങളും. ഇനി അടുത്താണ്, ഇവിടെ കണ്ടോ, ഐ ഓൾസോ വാച്ച് എഡ്യൂക്കേഷണൽ വീഡിയോസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ കോൺവെർസേഷൻസ് വെനെവർ പോസിബിൾ. ഇവിടെ കണ്ടോ, ഐ ഓൾസോ വാച്ച്, ഞാൻ കാണാറുമുണ്ട്. എന്ത് കാണാറുണ്ടോ? എഡ്യൂക്കേഷണൽ, വിദ്യാഭ്യാസപരമായ വീഡിയോകൾ. അപ്പം ഞാൻ വിദ്യാഭ്യാസപരമായ വീഡിയോസുകളും കാണാറുണ്ട്. ആൻഡ് അതുപോലെ പാർട്ടിസിപ്പേറ്റ്, ഞാൻ പങ്കെടുക്കാറുണ്ട്. എവിടെ നിന്നോ? ഇൻ കോൺവെർസേഷൻസ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണങ്ങൾ എന്നാണ്. അപ്പം ഇന്ന് വന്നല്ലോ, അപ്പം എന്താ? ഇൻ കോൺവെർസേഷൻസ്, സംഭാഷണങ്ങളിൽ എന്നാണ്, സംഭാഷണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. വെനെവർ പോസിബിൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ്, എഴുതി വെക്കാം. വെനെവർ പോസിബിൾ, കഴിയുമ്പോഴൊക്കെ എന്നർത്ഥം. പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ പറയല്ലേ, കഴിയുമ്പോഴൊക്കെ ഞാനവിടെ പോകാറുണ്ട്, പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് പറയല്ലേ, കഴിയുമ്പോഴൊക്കെ. അപ്പം കഴിയുമ്പോഴൊക്കെ ഞാൻ സംഭാഷണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, അതുപോലെ വിദ്യാഭ്യാസപരമായ വീഡിയോസുകളും കാണാറുണ്ട് എന്നായി. അല്ല, മെച്ചപ്പെടുത്തണ്ടേ, ഇംഗ്ലീഷ് പഠിക്കണ്ടേ. ഓൾദോ എന്ന് പറഞ്ഞാൽ എങ്കിലും എന്നാണ്. എങ്കിലും, എന്നിരുന്നാലും, അവനൊരു പണക്കാരനാണ് എന്നിട്ട് പോലും, എങ്കിലും എന്നൊക്കെ പറയില്ല, അവനൊരു പണക്കാരനായിട്ട് പോലും എന്നൊക്കെ പറയില്ല, ആ ഒരു പോലും, എങ്കിലും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓൾദോ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം ആദ്യം പറയരുത്, ഇത് അവിടെ കിടക്കട്ടെ. ഇതിന് ശേഷം വരുന്ന സെൻറ്റൻസ് പറഞ്ഞ ശേഷം എന്ത് ചെയ്യുക, പറഞ്ഞാൽ മതി. ഇവിടെ നോക്കൂ. ഇപ്പോൾ ശരി തരാം. ഇവിടെ ഉണ്ടോ, ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. ലേണിംഗ് എന്ന് പറയുന്നത് പഠിക്കുന്നത്. എന്ത്? എ ന്യൂ ലാംഗ്വേജ്, ഒരു പുതിയ ഭാഷ പഠിക്കുന്നത്. ക്യാൻ ബി, ആയിരിക്കാം. ചലഞ്ചിങ്, വെല്ലുവിളി. അപ്പം എന്തായി, ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ക്യാൻ ബി ചലഞ്ചിങ്. ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് എന്തായിരിക്കാം? ഒരു വെല്ലുവിളി ആയിരിക്കാം. അപ്പം അതിന് മുന്നേ എന്ത് ചേർക്കാം? ഓൾദോ, എങ്കിലും. അപ്പം എന്താ, ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് ഒരു വെല്ലുവിളി ആയിരിക്കാമെങ്കിലും. എന്താണ്? ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് ഒരു വെല്ലുവിളി ആയിരിക്കാമെങ്കിലും, അല്ലെങ്കിൽ പോലും എന്താണ്? കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാണ്. കൺസിസ്റ്റൻ്റ്, തുടർച്ചയായ അല്ലെങ്കിൽ സ്ഥിരമായ. പ്രാക്ടീസ്, പരിശീലനം. അപ്പോൾ തുടർച്ചയായ പരിശീലനം. മേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ആക്കുക എന്ന് അർത്ഥമുണ്ട്. ആക്കുക, ഒരുമാതിരി ആക്കലല്ല. എന്താ പറയുക, മേക്ക് മീ ഹാപ്പി, എന്നെ സന്തോഷിപ്പിക്കൂ, ആക്കൂ എന്ന അർത്ഥമാണ്. അപ്പോൾ മേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ആക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, എന്തെന്ന് പറയുമോ? ഇവിടെ ഉണ്ടോ, കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ് മേക്സ്, തുടർച്ചയായ പരിശീലനം ആക്കുന്നു. എന്താക്കുന്നു പറയുമോ? ദ പ്രോസസ്. എന്താ പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രക്രിയ എന്നാണ്, പ്രക്രിയ. അപ്പം എന്താ, തുടർച്ചയായ പരിശീലനം ആ പ്രക്രിയയെ ആക്കുന്നു. എന്താക്കുന്നു? ഈസിയർ, എളുപ്പമാക്കുന്നു. ആൻഡ് അതുപോലെ കൂടുതൽ എൻജോയബിൾ എന്ന് പറഞ്ഞാൽ ആസ്വാദകരമാക്കുന്നതായി. അപ്പം എന്താ പറഞ്ഞ്, അപ്പോൾ ഇവിടം വരെ നമ്മുടെ ആ ഒരു മീനിങ് വന്നല്ലോ. എന്താണ് ഇവിടെ ഉണ്ടോ? ഓൾദോ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ക്യാൻ ബി ചലഞ്ചിങ്,
കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് മേക്സ് ദ പ്രോസസ് ഈസിയർ ആൻഡ് മോർ എൻജോയബിൾ. എന്താണ്? പുതിയ ഒരു ഭാഷ പഠിക്കുന്നത് ഒരു ചലഞ്ചിങ് ആയിരിക്കാമെങ്കിൽ പോലും തുടർച്ചയായ പരിശീലനം ആ പ്രക്രിയയെ എന്താക്കുന്നു? എളുപ്പമാക്കുന്നു. അതുപോലെ എന്താണ്? എൻജോയബിൾ ആക്കുന്നു. ആസ്വാദകരമാക്കുന്നു. ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയുക? ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനം ആൻഡ് അതുപോലെ പേഷ്യൻസ് ക്ഷമ. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എന്ത്? ഉറച്ച തീരുമാനവും അതുപോലെ ക്ഷമയും ആകുന്നു ഇസെൻഷ്യൽ, അനിവാര്യമാകുന്നതാണ്. ഇസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അനിവാര്യം, അല്ലെങ്കിൽ അല്ലേ അത്യാവശ്യമാകുന്നു, അല്ലെങ്കിൽ അനിവാര്യമാകുന്നു. ഫോർ വേണ്ടി, സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം. അപ്പം എന്താ? വിജയത്തിന് വേണ്ടി എന്ത് അനിവാര്യമാകുന്നു അറിയോ? വിജയത്തിന് വേണ്ടി ഉറച്ച തീരുമാനവും അതുപോലെ ക്ഷമയും അനിവാര്യമാകുന്നതായി. അപ്പോൾ അതിന് മുന്നേ എന്ത് വന്നു? ഇവിടെ ഉണ്ടോ? ഐ ബിലീവ് ദാറ്റ് വന്നില്ലേ? അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ പറയാം. ഐ ബിലീവ് ദാറ്റ് ഡിറ്റർമിനേഷൻ ആൻഡ് പേഷ്യൻസ് ആർ ഇസെൻഷ്യൽ ഫോർ സക്സസ്. വിജയത്തിന് വേണ്ടി ഉറച്ച തീരുമാനവും ക്ഷമയും അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? എന്താണ്? വിജയത്തിന് വേണ്ടി ഉറച്ച തീരുമാനവും ക്ഷമയും അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ കണ്ടോ? ബൈ എന്ന് പറഞ്ഞാൽ ലൂടെ എന്നാണ്. ബൈ റീഡിങ്, വായനത്തിലൂടെ എന്ന് പറയല്ലേ. ഇവിടെ കണ്ടോ? ബൈ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് എന്താണ്? ഇംഗ്ലീഷ് പരിശീലനത്തിലൂടെ അത് എപ്പോഴാണെന്ന് പറയുക? ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? രാവും പകലും. അപ്പോൾ ഇവിടെ രാവും പകലും എന്ന് ഉദ്ദേശിക്കുന്നത് ഉറങ്ങാതെ 24 മണിക്കൂർ പഠിക്കുക എന്നല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് തുടർച്ചയായ എന്നാണ്. എവ്രിഡേ, തുടർച്ചയായ എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? തുടർച്ചയായ ഇംഗ്ലീഷ് പരിശീലനത്തിലൂടെ ഐ ഹാവ് ബിക്കം, ഞാൻ ആയിത്തീർന്നു. എന്ത്? കൂടുതൽ കോൺഫിഡൻറ്റ്, ഞാൻ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായി തീർന്നു എന്നായി. ഇവിടെ ഉണ്ടോ? ഇൻ എക്സ്പ്രസിങ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഇന്ന് വന്നില്ല അതിന് മുന്നേ. ഇൻ എക്സ്പ്രസിങ്, പ്രകടിപ്പിക്കുന്നതിൽ. എന്താണ്? പ്രകടിപ്പിക്കുന്നതിൽ എന്ത്? മൈ തോട്ട്സ്, എൻ്റെ ചിന്തകൾ, ആൻഡ് ഐഡിയാസ്, ആശയങ്ങൾ. ഓക്കെ, ക്ലിയർലി എന്താണ്? വ്യക്തമായി. ആൻഡ് അതുപോലെ ഇഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലപ്രദമായി. അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ മീനിങ് വന്നില്ല. എന്താണ്? അവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ബൈ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഐ ഹാവ് ബിക്കം മോർ കോൺഫിഡൻറ്റ്. അല്ലേ? എന്താർത്ഥം? തുടർച്ചയായ ഇംഗ്ലീഷ് പരിശീലനത്തിലൂടെ ഞാൻ ആത്മവിശ്വാസമുള്ളവനായി. അല്ലേ? ഞാൻ ആത്മവിശ്വാസമുള്ളവനായി. എന്തിനറിയോ? ഇൻ എക്സ്പ്രസിങ് മൈ തോട്ട്സ് ആൻഡ് ഐഡിയാസ്, എൻ്റെ ചിന്തകളും അതുപോലെ ആശയങ്ങളും പ്രകടിപ്പിക്കുന്നതിൽ, അതും വ്യക്തമായി ആൻഡ് ഇഫക്റ്റീവ്ലി, ഫലപ്രദമായി. അപ്പോൾ കംപ്ലീറ്റ് മീനിങ് വന്നു. എന്താണ്? എന്നുവെച്ചാൽ തുടർച്ചയായ ഇംഗ്ലീഷ് പരിശീലനത്തിലൂടെ ഞാൻ എൻ്റെ ചിന്തകളും ആശയങ്ങളും വ്യക്തമായും അതുപോലെ ഫലപ്രദമായും പ്രകടിപ്പിക്കുന്നതിൽ ആത്മവിശ്വാസമുള്ളവനായി എന്നായി. അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ? അർത്ഥം വെക്കാൻ കഴിയും. ഒരുപാട് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇത് വരും. കാരണം ഇത് വലിയ സെൻറ്റൻസുകളല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ വലിയ സെൻറ്റൻസുകളുടെ ആ ഒരു അർത്ഥം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, എടുത്തിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഞാൻ അർത്ഥം വെച്ചതുപോലെ നിങ്ങളും ശ്രമിക്കണം. ഓക്കെ, ഒരുപാട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തായി? ഐ ഗ്യാരണ്ടി യുവർ റീഡിങ് വിൽ ബി പെർഫെക്റ്റ്.
your reading will be excellent. Thank you everyone.